ഹായ് ഓൾ, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വ്ളോഗ് വ്യാഴാഴ്ചക്കത്തെ ദിവസമാണ് കേട്ടോ. ഇന്നത്തെ ഞങ്ങൾ വൈകുന്നേരം വരുന്ന വിശേഷങ്ങളും ഞങ്ങൾ എറണാകുളം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെയാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും എൻ്റെ വരെ കാണാനായിട്ട് ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യാം. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് നമ്മുടെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് അപ്പോൾ ലഭിക്കുള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ ട്രെയിനിലാട്ടോ പോയത്. പെട്ടെന്നുണ്ടായ തീരുമാനമായിരുന്നു. നല്ല പെട്ടെന്ന് എനിക്ക് തോന്നി ട്രെയിനിൽ പോകാമെന്ന്. കാക്കണ്ടായിരുന്നില്ല കേട്ടോ. കാക്കയും ഞാനും കൂടി പോകാനുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇങ്ങനെ ട്രെയിനിന് ഒറ്റയ്ക്ക് പോയി നോക്കാം, മക്കളെ ആയിട്ട് പോയി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പം അങ്ങനെ ട്രെയിനിനാണ് പോയത് കേട്ടോ. റിസർവ് ഒന്നും കിട്ടിയില്ല. പെട്ടെന്ന് 24 ഹവേഴ്സിന് മുന്നെടുത്താണ് റിസർവേഷനൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ റിസർവ് ഒന്നും കിട്ടിയില്ല. ജനറലിൽ തന്നെയാണ് പോയത്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. സീറ്റൊക്കെ പെട്ടെന്ന് കിട്ടി. നല്ല ഇഷ്ടപ്പെട്ടൊരു യാത്രയായിരുന്നു കേട്ടോ അത്. അങ്ങനെ ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ കേട്ടോ ഞാൻ പോണത്. എൻ്റെ കണ്ണിന് ചെക്കപ്പിന് വേണ്ടിയിട്ടാണ് പോണത്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു. അത്യാവശ്യം തെറ്റില്ലാത്ത മഴ ഉണ്ട് കേട്ടോ അവിടെ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി. ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഹോസ്പിറ്റലിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഫാസ്റ്റ് ട്രാക്കിൽ കാണിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒഴിവായിട്ടോ. അപ്പോൾ കണ്ണിനെന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. മാഷാ അല്ലാ, എനിക്ക് വായിക്കാനൊന്നും കണ്ണാടൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ കണ്ണിൻ്റെ ഞരമ്പുകൾക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിവിടെയാണ് ഞാൻ കാണിക്കാറുള്ളത് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ കോയമ്പത്തൂർ പോയി കാണിക്കും. കൂടുതൽ പ്രശ്നം വരുമ്പോൾ എനിക്കിവിടെ ഒരു ഹാരിസ് ഡോക്ടർ ഉണ്ട്. അവരെ കണ്ടാൽ എനിക്കൊരു സമാധാനമാണ് കേട്ടോ. മൂപ്പരെ കണ്ടാൽ സമാധാനം എന്ന് പറഞ്ഞാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരം ഉണ്ടാവും. പിന്നെ നല്ലൊരു എന്തോ ഒരു പ്രത്യേക സമാധാനമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊന്നും കഴിക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. രാവിലെ അവിടുന്ന് ലേക്ക് ഷോറിൻ്റെ ഉള്ളിൽ തന്നെ ഒരു കഫേ ഉണ്ട്. അവിടുന്ന് മോന് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കൊടുത്തു. ഞാൻ വൈകണ്ടെന്ന് എത്തി. ഞാൻ നേരെ ഡോക്ടറെ കാണാനും പോവുക ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. മക്കൾ രണ്ടാളും ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഫുഡൊക്കെ കഴിക്കുക. കുറച്ച് സമയം നമ്മൾ വൈകുന്നേരത്തെ ട്രെയിനാട്ടോ തിരിച്ചു പോണത്. അപ്പോൾ നമ്മൾ ലുലുക്ക് വന്നതും ഓട്ടോ എടുത്തിട്ട് തന്നെയുണ്ട്. ഓട്ടോയിൽ തന്നെയാണ് വന്നത്. തിരിച്ച് വന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡ് കോർട്ടിലേക്ക് പോവാണ്ട് മോൾക്ക്. മോന് ഇന്ന് ക്ലാസ്സുള്ള ദിവസമാണ്. പക്ഷേ അവന് വീട്ടിലെത്തുന്ന സമയം ശരിക്കും അവന് വിടാനുള്ളതൊക്കെ റെഡിയാക്കി കൊടുത്തിട്ട് പോന്നാൽ മതിയായിരുന്നു. 7:30 മണീൻ്റെ ട്രെയിനിനാണ് ഞങ്ങൾ വന്നത് കേട്ടോ തിരിയുന്നത്. പക്ഷേ അവൻ തിരിച്ചു വരുന്ന സമയത്ത് ചിലപ്പോൾ കാക്ക വീട്ടിൽ ഉണ്ടാവാതിരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ടെൻഷനായിരിക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതാട്ടോ കൂടെ കൂട്ടിയത്. അവന് ഒരു അക്ഷരം പറഞ്ഞാൽ കേൾക്കൂല കേട്ടോ. അങ്ങനെ നമ്മൾ പിടിച്ചാലൊന്നും നിൽക്കൂല. അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ നടക്കും. ശ്രദ്ധിക്കാൻ ഭയങ്കര പണിയാണ്. എന്നാലും കുഴപ്പമില്ല. അവൻ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. പിന്നെ എല്ലാ സ്ട്രേഞ്ചേഴ്സിനോടും സംസാരിച്ചുകൊണ്ടിരിക്കും. പിന്നെ എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടേ പോവുള്ളൂ. അതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം കേട്ടോ. റെയിൽവേ സ്റ്റേഷനിൽ ബസ് സ്റ്റേഷനിലൊക്കെ നമ്മൾ പോകുമ്പോൾ എല്ലായിടത്തും ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റൂലല്ലോ. എല്ലായിടത്തും ടച്ച് ചെയ്തിട്ടേ കുട്ടി വരുള്ളൂ. എത്ര പറഞ്ഞാലും അനുസരിക്കൂല കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ മാറുമായിരിക്കും. ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ അവനെ കൊണ്ട്. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അറിയാത്തവരും അറിയുന്നവരൊന്നുമില്ല. എല്ലാവരോടും ഇങ്ങനെ ഓരോ വിശേഷങ്ങൾ ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നമുക്കൊരു നല്ല സ്വഭാവമായിട്ട് തോന്നൂല. അങ്ങനെ ഫുഡൊക്കെ ഓർഡർ കൊടുത്ത് ചിക്കൻ കേട്ടോ കഴിച്ചത്. അപ്പോൾ ഓർഡർ എടുത്ത് ഹാൻഡ് വാഷ് ചെയ്യാൻ പോയതായിരുന്നു. അപ്പോൾ കുറേ ദൂരമുണ്ട് ഹാൻഡ് വാഷ് ചെയ്യാൻ പോകുന്നിടത്ത്. പറയായിരുന്നു ഞാൻ മോള് അവിടെ ഇരിക്കുക, നിങ്ങൾ ഹാൻഡ് വാഷ് ചെയ്തിട്ട് വരിക, അവനെ കഴുകിയിട്ട് വരിക, എന്നിട്ട് ഞാൻ പോകാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഇവിടെ ഒന്ന് ലൈറ്റായിട്ടൊക്കെ ചുറ്റി കുറച്ച് മോക്കൊരു ചെരുപ്പ് എടുക്കാനും മോന് കുറച്ച് ചോക്ലേറ്റ്സും അതൊക്കെ വാങ്ങിയിട്ട് വൈകുന്നേരം ഞങ്ങൾ മെട്രോക്ക് സൗത്ത് സ്റ്റേഷനിലേക്ക് പോയിട്ടാണ്. ലുലുന്ന് നേരിട്ട് ലുലുവിൻ്റെ ഉള്ളിൽ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ. അത് നല്ലൊരു സൗകര്യം കേട്ടോ. ഒരു ബുദ്ധിമുട്ടില്ലാതെ അവിടുന്ന് കയറിയിട്ട് നേരെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങാൻ ചെയ്തത്. തിരിച്ചു പോകുമ്പോൾ റിസർവേഷനൊന്നും കിട്ടിയില്ല കേട്ടോ. പക്ഷേ സീറ്റൊക്കെ കിട്ടി. ഞാൻ അപ്പോഴും ജനറലിൽ തന്നെയാണ് വന്നത്. 9 മണിയായി വീട്ടിലെത്തിയപ്പോൾ. ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ അങ്ങനെ ഒറ്റയ്ക്ക് പോണത്. ഇതുവരെ അങ്ങനെ പോയിട്ടില്ല. ട്രെയിൻ യാത്ര തന്നെ ആകെ 2 പ്രാവശ്യമാണ് തോന്നുന്നുണ്ട്. ഒന്ന് തൃച്ചിക്കും ഒന്ന് ഞങ്ങൾ ഗോവയ്ക്ക് പോയിരുന്നത് ട്രെയിനായിരുന്നു.
അതൊക്കെ നമ്മൾ ബുക്ക് ചെയ്ത് കൂപ്പയൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് പോയത്. ഇങ്ങനത്തെ ഒരു യാത്ര ഫസ്റ്റ് ടൈമാണ് കേട്ടോ. നല്ല രസമായിരുന്നു, നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. നമുക്ക് ഒരു എക്സ്പീരിയൻസ് ആണല്ലോ. ഒരു കോൺഫിഡൻസ് ലെവലൊക്കെ കൂട്ടും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്താൽ ചെയ്യാൻ പറ്റുന്ന സമയത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ അതാ ചുമ്പക്കിലൊന്ന് കയറിയിട്ടോ. ചുമ്പക്ക് എവിടെ കണ്ടാലും ഞാൻ കയറും കേട്ടോ. ലുലു നമ്മുടെ കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുണ്ടായിരുന്നു. ഇപ്പം അത് അടച്ചു പോയിട്ടുണ്ട് തോന്നുന്നുണ്ട്, കുറച്ച് കാലമായിട്ട് കാണാറില്ല. പിന്നെ ഞാൻ ചുമ്പക്കിൻ്റെ ഓൺലൈനിൽ ബെഡ്ഷീറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങാറുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈനിൽ ഇങ്ങനെ എനിക്കിങ്ങനെ ഓഫറുകളൊക്കെ വരുന്ന ചെറിയ പ്രോഡക്റ്റൊക്കെ നമുക്ക് ചിലപ്പോൾ കാണുമ്പോൾ ഫോണിൽ കാണുമ്പോൾ ഇങ്ങനെ ഒരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. ഒരു ബാഗ് ഞാൻ എപ്പോഴും നോക്കി വെക്കാറുണ്ടായിരുന്നു. അതൊക്കെ നോക്കാമെന്ന് എഴുതിയിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ആ സെയിം ബാഗ് ഇവിടെ ഓഫറിൻ്റെ ഇത് ടാഗ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനത് വാങ്ങിയില്ല. ആ ഓഫറിൻ്റെ ടാഗ് കണ്ടിട്ടാണ് ഞാൻ കയറിയത്. ഈ 30% ഒക്കെ കൊടുത്തിട്ടില്ലേ, ആ ഒരു ഭാഗത്ത് അത് ഞാൻ നോക്കി വെച്ച സെയിം ബാഗ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവർ പിന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ആ ഒരു ബാഗിനും 10% ആണ് ഓഫർ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ യെല്ലോ അതേപോലെ തന്നെ അതിൻ്റെ മേലുള്ള ബ്ലൂ ആണ് കേട്ടോ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്ലൂ 20% ആകുമ്പോൾ ഓഫർ കൊടുത്തിട്ടുണ്ട്. അത് കണ്ട് വാങ്ങാൻ കരുതിയിട്ടാണ് കയറിയത്. പക്ഷെ അത് അവർ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു ഓഫർ വന്നിട്ടില്ല എന്ന്. പിന്നെ എന്തിനാ ഈ ടാഗ് ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഏതായാലും ഞാൻ ചുമ്പക്കിലൊന്ന് കയറി ഒന്ന് കറങ്ങി. എനിക്ക് ഈ കളർഫുൾ സാധനങ്ങളൊക്കെ കാണുമ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചുമ്പക്കിൻ്റെ പ്രോഡക്റ്റ്സ്, ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള നല്ല പ്രോഡക്റ്റ്സ് ഒക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കപ്പുകൾ ഒക്കെ ഭയങ്കര റേറ്റുമാണ് കേട്ടോ. അപ്പം അങ്ങനെ ഒന്ന് അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കറങ്ങി. പിന്നെ മോന് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ വാങ്ങി. മോക്ക് ചെരുപ്പ് വാങ്ങാണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതും വാങ്ങി. നമ്മൾ ട്രെയിനിലായതുകൊണ്ട് ഒരു ബാക്ക് പാക്കും ഒരു സൈഡ് ബാഗും മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഉൾക്കൊള്ളുന്നതിനെ വാങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടൊന്നുമല്ലല്ലോ വന്നത്. അപ്പോൾ ജനറലാവുമ്പോൾ സീറ്റ് കിട്ടാനും കിട്ടാതിരിക്കാനും ഒക്കെ സാധ്യത ഉണ്ട്. അപ്പോൾ ലഗേജൊക്കെ ഒരു പ്രശ്നമാവും, ചിലപ്പോൾ ഭയങ്കര റഷാവും എന്നൊക്കെ പറഞ്ഞു കേട്ടു. ഞാൻ ഫസ്റ്റ് ടൈം ആണിട്ട് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഓരോരുത്തർ പറഞ്ഞു കേട്ടു കേട്ടോ. അപ്പോൾ പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും വാങ്ങിയില്ല. ലുലു ഹൈപ്പർ മാർക്കറ്റിലൊന്ന് കയറി കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ എടുത്തു എന്നല്ലാതെ മോക്ക് ചെരുപ്പും വാങ്ങിയെന്നല്ലാതെ ബാഗിൽ ഉൾക്കൊള്ളുന്ന സാധനം മാത്രം വാങ്ങിയിട്ട് തിരിച്ചു പോരുകയാണ് കേട്ടോ ചെയ്തത്. രാത്രി ഞാൻ പറഞ്ഞല്ലോ 9 മണിയായപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തി. ഉമ്മയും ഉപ്പയും കാക്കയും വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഒരാൾ കഴിഞ്ഞ് ഒരാൾ. അങ്ങനെ ഫസ്റ്റ് ടൈമാണല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് വരുന്നത്. ഒറ്റയ്ക്ക് എന്ന് പറഞ്ഞാൽ മക്കളുണ്ട് കൂടെ, എന്നാലും ഫസ്റ്റ് ടൈമാണ് ഇത്ര ദൂരം ഇങ്ങനെ ട്രെയിനിന് വരുന്നത്, ട്രെയിനിന് യാത്ര ചെയ്ത് വരുന്നത്. അപ്പോൾ പിന്നെ അവർക്കൊക്കെ ഭയങ്കര ടെൻഷന്. ഉപ്പയും ഉമ്മയും കാക്കയൊക്കെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. ഞാൻ പറഞ്ഞും ചെയ്തു ഇനി ഇങ്ങനെ പോകേണ്ട ആവശ്യം വരുമ്പോൾ റിസർവ് ചെയ്തിട്ട് പോവാം, നല്ലതാണ് ഇങ്ങനെ പോകുമ്പോൾ. നമുക്കൊരു എക്സ്പീരിയൻസിനും നല്ലതാണ്. പിന്നെ നമുക്കെല്ലാം ചെയ്യാനും കഴിയുന്ന സമയത്ത് നമ്മൾ ചെയ്തില്ലെങ്കിൽ കഴിയാത്തൊരു സമയം വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വിഷമിക്കും കേട്ടോ. എനിക്കന്ന് അതിനൊക്കെ സാധിക്കുമായിരുന്നു. പക്ഷെ ഞാൻ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു, ഞാൻ സ്വയം ചെയ്യാതെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചു. എനിക്ക് കഴിയണ കാര്യങ്ങൾ ഞാൻ ചെയ്തില്ല എന്നൊക്കെയുള്ളൊരു വിഷമം വരരുതല്ലോ എന്ന് കരുതിയിട്ടാട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടാക്കാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ പരമാവധി ചെയ്ത് നോക്കാൻ തന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള തീരുമാനം കേട്ടോ. ഇതുവരെ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ അങ്ങനെ തോന്നി. അതാ ഞാൻ അന്നേരം പെട്ടെന്ന് അങ്ങനെ പോവാന്ന് പറഞ്ഞത്. കാക്ക മനസ്സെല്ലാം മനസ്സോടെ കേട്ടോ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് വിട്ടു പോയത്. തീരെ മനസ്സില്ല, ഭയങ്കര ടെൻഷൻ ഉണ്ടാക്ക്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ എപ്പോഴും ഇപ്പോൾ ഒരാളല്ലേ ഉള്ളൂ കൊണ്ടുപോകാൻ. അപ്പോൾ എപ്പോഴും നമ്മളിങ്ങനെ ബുദ്ധിമുട്ടായി പോകണ്ടല്ലോ, പോകാൻ പറ്റുന്ന സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് പോവാലോ, പോയി നോക്കുകയാണെങ്കിൽ കരുതിയിട്ടാണ് ഇങ്ങനെ വന്നത്. പിന്നെ ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് തോന്നിയിട്ടാ. അങ്ങനെ ഇതാ ഇവിടെ ചുറ്റിലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ തിരിച്ചു പോകാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ 5:15 ട്രെയിൻ ഉള്ളത്. ഞങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ 5:15 5:45 അപ്പോൾ 5:15 കണക്കാക്കി ചെന്നാൽ സപ്പോസ് അതിൽ ടിക്കറ്റ് കിട്ടിയില്ലെങ്കിൽ 5:45 ടിക്കറ്റ് കിട്ടുമല്ലോ, അത് കരുതിയിട്ടോ അങ്ങനെ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരു 4:30 മണിയായപ്പോൾ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലേക്ക് പോവുകയാണ് കേട്ടോ. സെക്കൻഡ് ഫ്ലോറിലോ തേർഡ് ഫ്ലോറിലോ ആയിട്ടായിരുന്നു മെട്രോ സ്റ്റേഷന്. അങ്ങോട്ട് പോയി അവിടുന്ന് മെട്രോക്ക് ഞാൻ പറഞ്ഞല്ലോ റെയിൽവേ സ്റ്റേഷനിൽ പോയി ഇറങ്ങി പെട്ടെന്ന് അവിടെ എത്തിയിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ പ്രശ്നം മോൻ്റെ സംസാരവും അവിടെ ഇവിടെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ തൊട്ടും പിടിച്ചും ഒരിടത്ത് അടങ്ങിയിരിക്കൂല കേട്ടോ, അതാ പ്രശ്നം. അല്ലാത്ത ഒരു ബുദ്ധിമുട്ടും ഇല്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു പ്രശ്നമാണ്. നമ്മൾ കുറച്ചൊക്കെ നമ്മളങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് എന്താണെന്നറിയില്ല, ഹൈജീനിക്കായിട്ട് തോന്നാൻ ഞാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് കേട്ടോ.
ഒന്ന് രണ്ട് വീഡിയോസിൽ എൻ്റെ ഒരു സബ്സ്ക്രൈബർ സിയനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ, മോളെ കാണിക്കണേന്ന്. ഇതിൽ ഈ വീഡിയോയിൽ 2-3 ക്ലിപ്പ് അവളുടെ തോന്നുന്നുണ്ട്. ഇവിടെ എപ്പോഴും നല്ല മഴ ഉണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങൾ ട്രെയിന് കടന്നു വന്ന ഭാഗത്തൊന്നും ആ കടന്നു വരുന്ന സമയത്തൊന്നും അവിടെ ഒന്നും മഴ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കാക്ക വിളിച്ചപ്പോൾ പറഞ്ഞു നാട്ടിൽ നല്ല മഴ ഉണ്ടെന്നും പറഞ്ഞു. പിന്നെ ഞങ്ങൾ ലക്ഷൂറിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് ഓട്ടോക്കാണ്. അപ്പോഴും നല്ല മഴയുണ്ട്. അപ്പോൾ സംസാരിക്കാൻ വയ്യാത്തൊരു ഓട്ടോക്കാരൻ്റെ ഓട്ടോയിലാണ് കയറിയത് കേട്ടോ. എനിക്ക് തോന്നുന്നുണ്ട് അയാൾക്ക് എന്തോ സർജറി കഴിഞ്ഞിട്ട് ശബ്ദം പോയതാണ് തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ലിപ്പ് മൂവ്മെൻ്റ് ഒക്കെ നല്ല കറക്റ്റാണ്. കഴുത്തിൽ ടവലും ഇട്ടിട്ട് ഞാൻ കൂടുതലും ചോദിക്കാൻ നിന്നില്ല. മൂപ്പരാണ് പറഞ്ഞു തന്നത്. ഇനിയിപ്പോൾ ലുലുന്ന് നിങ്ങൾ സ്റ്റേഷനിക്ക് മെട്രോ എടുത്താൽ മതി, ഓട്ടോ എടുക്കണ്ടെന്ന് മൂപ്പരാട്ടോ പറഞ്ഞു തന്നത്. അപ്പോൾ എനിക്ക് പിന്നെ ഷെരീഫാക്കാനോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ആക്ഷൻ കാട്ടി സംസാരിച്ച് ശീലം ഉണ്ടായതുകൊണ്ട് മൂപ്പര് പറഞ്ഞൊക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ലിപ്പ് മൂവ്മെൻറ്റ് നല്ല കറക്റ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞു. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി, ടിക്കറ്റ് എടുത്തു. സീറ്റൊക്കെ ഉണ്ടായിരുന്നു. നല്ല സൗത്ത് റെയിൽവേ സ്റ്റേഷൻ ആയതുകൊണ്ട് സീറ്റ് കിട്ടിയിട്ടാണ്. അത് ഞങ്ങൾക്ക് ആദ്യം പോയ ഓട്ടോക്കാരൻ പറഞ്ഞു തന്നിരുന്നു കേട്ടോ, സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ തന്നെ തിരിച്ചും ട്രെയിനിൽ കയറിയാൽ മതി, അപ്പോൾ സീറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി വീണ്ടും ഒരു വ്ളോഗായിട്ട് വരാം. അസ്സലാമു അലൈക്കും.